ബാക്ക് ടു OC ടോക്കീസ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് ഓവർലി ഡ്രസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട് സാധാരണ ഉള്ളേക്കാൾ. ആക്ച്വലി ഇന്ന് മദേഴ്സ് ഡേ ആണ്. എനിക്ക് രാവിലെ ഓമിയുടെയും അശ്വിൻ്റെയും സൈഡിൽ നിന്ന് എൻ്റെ ഫസ്റ്റ് മദേഴ്സ് ഡേ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഞാൻ മൊത്തം കണ്ട് എനിക്ക് എന്തൊരു വെറുപ്പാണെന്നറിയും ഈ ഒരു സ്ത്രീയോട് തോന്നിയത്. നിങ്ങളിത് ഈ ഒരു വ്ളോഗ് പോയി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു വ്ളോഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മദേഴ്സ് ഡേ എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഈ പറയുന്ന കുഞ്ഞിൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഗിഫ്റ്റ് കിട്ടിയ കഥകളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ആ ഒരു വ്ളോഗ് ഇവർ 20 മിനിറ്റുള്ള ആ ഒരു വ്ളോഗ് മദേഴ്സ് ഡേയുടെ വ്ളോഗ് കണ്ടപ്പോൾ ഞാൻ അശ്വിനെ ഒന്ന് ആലോചിച്ച് പോയി. താൻ എന്തൊരു കിഴങ്ങനാടോ എന്ന് പോലും ആലോചിച്ച് പോയിട്ടുണ്ടായിരുന്നു. സത്യസന്ധമായിട്ട് ആലോചിച്ച് പോവാണ്. കാരണം ഇങ്ങനെയുണ്ടോ, ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ ആരെങ്കിലും ഒക്കെ? എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. മദേഴ്സ് ഡേ ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മയെ ഞാൻ അമ്മയെന്ന് വിളിക്കത്തുള്ളൂ. ബാക്കിയുള്ളവരൊന്നും ഞാൻ അമ്മയെന്ന് വിളിക്കാത്തറില്ല. ഇപ്പം അശ്വിൻ്റെ ആണെങ്കിൽ പോലും ആ ഒരു സംസാര രീതികളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോഴേ ഇങ്ങനെയുണ്ടോ ഓരോ വ്യക്തികളെന്ന് ആലോചിക്കുന്നത്. അഹങ്കാരം വേണം, ഇച്ചിരി അഹങ്കാരമൊക്കെ വേണം, പക്ഷെ ഇത് ഓവർ ആവരുത്. ഇല്ല അശ്വിൻ്റെ ഒരു വ്ളോഗ് ഇവർ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇപ്പം വന്ന് ഇവരുടെ കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുമായിരുന്നു. അപ്പോൾ അതിന് ഇവള് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ ഇവനെന്തിനാ എൻ്റെ ഫുഡ് കഴിക്കുന്നത്, ഇവനെന്തുകൊണ്ട് പൈസ വെച്ചുകൂടാ, അങ്ങനെയൊക്കെ അങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ നിലവാരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇതൊക്കെ കണ്ട് വളർന്നു വരുന്ന ഒരാളും കൂടെ ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഞാൻ കൂടുതൽ വെറുപ്പിക്കുന്നില്ല, കാര്യത്തിലോട്ട് കടക്കാം. ഇപ്പം തന്നെ അനീതിക്കുട്ടിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കണ്ടാന്ന് തോന്നുന്നു. ഞാനൊന്നും പറയുന്നില്ല, പക്ഷെ അതിനൊക്കെ കുറച്ച് പക്വതയും കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ പിന്നെയും പറയാം. പിന്നെ ആ വീട്ടിൽ കൊള്ളാവുന്നത് അഹാന എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ മാത്രമേ ഉള്ളൂ കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നുന്നത്. ബാക്കി ഒന്നിനും ഒരു വിവരമില്ലെന്ന് ആലോചിച്ച് നോക്കുന്നു. ഇപ്പം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും സിന്ധു കൃഷ്ണയുടെ താഴെ പോയായിരിക്കും. ആ കൊച്ചിപ്പോൾ ഏറി കിടക്കുകയാണ്, അത് ഒറ്റയടിക്ക് മാഞ്ഞു പോയിട്ട് ഇവള് ഏറിപ്പോവും. അമ്മാതിരി വർത്താനമാണ് സംസാരിക്കുന്നത്. എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ വെച്ച് തരാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കുക. അഭിപ്രായം കമന്റ് ബോക്സിൽ കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിനെ ഇഷ്ടമാണോ? ഈ ഒരു പിന്നെ ഇപ്പം ഞാൻ വെക്കാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ അതിൻ്റെയും കൂടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. എന്തായാലും ലൈക്ക് അടിച്ച് നിങ്ങൾ വീഡിയോ കാണുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യുക, യൂട്യൂബിൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം. അപ്പോ നമ്മളപ്പോ ഇപ്പൊ അശ്വിന്റെ വീട്ടിലോട്ട് പോവാം. കേക്കിന്റെ കണ്ടവിടെ അവിടെ ചെന്ന് അവരെ പിക്ക് ചെയ്തതിനു ശേഷം അശ്വിന്റെ ചേട്ടനും ചേച്ചിയൊന്നും വരുന്നില്ല. ഇന്ന് അച്ഛനമ്മയും മാത്രമാണുള്ളത് അല്ലേ? ഇന്ന് അച്ഛനമ്മയും മാത്രമാണുള്ളത്. അവൻ ആക്ച്വലി എന്റെ ബർത്ത്ഡേക്ക് മുന്നേ എന്നെ വിഷ് ചെയ്യാൻ വിളിച്ചായിരുന്നു. നമ്മൾ മോദസ് പോകുന്നതിന് മുന്നേ. അപ്പൊ എന്നെ വിളിച്ചപ്പോ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഗിഫ്റ്റ് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഗിഫ്റ്റ് ഒന്നും വേണ്ട, എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് തരുന്നുണ്ടല്ലോ, എനിക്ക് അത് തന്നെ വലിയ ഗിഫ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് വന്നിട്ട് ലീലയിലോ മറ്റോ പോവാം, അവിടെ അല്ലേ ഇഷ്ടമുള്ള ഫുഡൊക്കെ കിട്ടുന്നേ എന്ന് പറഞ്ഞു. നമ്മൾ പൊതുവെ പലപ്പോഴും അശ്വിന്റെ അമ്മയായാലും ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ലീലയിലാണ്. അവിടെയാണ് നമ്മൾ എപ്പോഴും പൊക്കോണ്ടിരുന്നത്. ഞങ്ങളൊക്കെ ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മുടെ കൈ കൊണ്ടാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. അത്രയും വലിയ കൈപുണ്യം കാര്യങ്ങളൊന്നും ലീലയെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നൊന്നുമില്ല. ഓക്കെ, കാര്യത്തിലോട്ട് നമുക്ക് കിടക്കാം. എനിക്കൊന്നും എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കണം അവിടെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇന്ന് നമ്മള് അവിടെ തന്നെയാണ് പോവാന്ന് വെച്ചത്. പിന്നെ കുറെ പേര് അഫ്കോഴ്സ് ഞാൻ സ്ഥിരം അശ്വിന്റെ ഫാമിലിയുള്ള വ്ളോഗ് എടുക്കുമ്പോൾ അതിന്റെ അടിയിൽ ഒന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നത്, അമ്മ എന്ന് വിളിച്ചുകൂടെ എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ കാര്യം, നിങ്ങൾ എത്രത്തോളം പേരാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതോ മമ്മി എന്ന് വിളിക്കുന്നതോ ആന്റി എന്നുള്ളത് അതൊന്നും എനിക്കറിയില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണ്. ഞാൻ അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഷീ ഈസ് സോ ഹാപ്പി തന്നെയാണ് അങ്ങനെ വിളിക്കുന്നതില്. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛനൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി, അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. അപ്പൊ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? ഈ ഒരു സംസാര രീതി നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ട്? ആ കുട്ടിയുടെ അഭിപ്രായം പറഞ്ഞാണോന്ന് ഇനി ചിലപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരാം ചില ആൾക്കാർക്ക്. പക്ഷെ എനിക്ക് അത്രയായിട്ട് ഇതായിട്ട് തോന്നിയിട്ടില്ല. സത്യമായിട്ട് പറഞ്ഞാണല്ലോ, ഭയങ്കര ബോറ് പരിപാടിയല്ലേ അവർ ഈ സംസാരിച്ച്. ഈ ഒരു വ്ളോഗ് ആ ഒരു അമ്മയും അച്ഛനും കാണുവാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്നാണ് ഇത് അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഈ വ്ളോഗിന്റെ ഏറ്റവും ലാസ്റ്റ് ഈ പറയുന്ന അച്ഛനും അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇവരെ കൊണ്ട് നല്ലൊരു ഹോട്ടലിൽ കൊണ്ടുപോകുന്നുണ്ട്, ഫുഡ് മേടിച്ചു കൊടുക്കുന്നുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര സന്തോഷിപ്പിച്ചാലും ശരി, ചില വാക്കുകൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മോളെ. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കിഴങ്ങനാണല്ലോ പുറകെ ഇരിക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് എന്തുകൊണ്ട് അയാൾ ഇങ്ങനെ ആയി പോകുന്നതെന്ന് ഞാൻ ആലോചിച്ചു പോകുന്നത്. എന്തുകൊണ്ട് ഞാൻ അറിയാൻ പറ്റുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട്? അയ്യോ എൻ്റെ അച്ഛനാണ്, ഞാനും
പ്രായത്തിന് മൂത്തവരെയൊക്കെ കാണുമ്പോഴും അമ്മയെന്ന് വിളിക്കും, എല്ലാം ചെയ്യും. ഞാൻ എല്ലാവരെയും കൂടുതലും അമ്മയെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ആ ഒരു രീതിയിലാണ് കാണുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ എന്താ പറയണ്ടേ, ഇതുപോലെ ഇതുപോലില്ല എന്തായാലും ഞാൻ ഇതുപോലൊരുത്തി ആദ്യമായിട്ട് കാണുക. അതെല്ലാം ബാക്കിയും കൂടെ വെക്കണേ. അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് ഭ്രാന്താണെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. തനിക്ക് ഭ്രാന്താണെന്ന് അവിടെ മര്യാദയുള്ളവരങ്ങനെയാണ്. ഇത് സത്യം പറയാട്ടോ, വളർത്തുദോഷം എന്ന് വേണമെങ്കിൽ പറയാം. കൃഷ്ണകുമാറിനെ ഞാൻ കുറ്റം പറയത്തില്ല, പക്ഷെ അദ്ദേഹം നല്ല പക്വതയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നല്ല രീതിയിലുണ്ട്. അദ്ദേഹം എന്താ പറയണ്ട, ആ ഒരു കാലഘട്ടത്തിൽ ഇവർ ജനിച്ച കാലഘട്ടത്തിൽ സിനിമ, അത് ഫീൽഡ്, മറ്റേ സീരിയൽ അങ്ങനെയുള്ള ഇതായിട്ടൊക്കെ പോകുമായിരിക്കും. അപ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്ന ആരായിരിക്കും എന്ന് ഞാൻ പറയാൻ തന്നെ അറിയാമല്ലോ. ഫാമിലി വ്ലോഗ് ചെയ്യുന്നതിന് വേറൊരു വ്യക്തിയും കൂടെ ഉണ്ടല്ലോ, നമ്മുടെ സിന്ധു മേഡം. അതിൻ്റെയൊക്കെ വളത്തിൻ്റെ ഗുണമാണെന്ന് തോന്നുന്നു ഈ കാണുന്നത്. നല്ല രീതിയുണ്ട്. ഇനി വേറൊരു രസകരമായിട്ടുള്ളൊരു സംസാരം ചേച്ചി പറയുന്നുണ്ട്, അതും കൂടെ ഞാനൊന്ന് വെച്ച് തരാം. വിളിക്കത്തില്ല, കാരണം തോന്നിയിട്ടില്ല. അയാൾ എന്റെ അച്ഛനെ വിളിക്കുന്ന അങ്കിളെന്നും അമ്മയെ വിളിക്കുന്ന ആന്റി എന്ന് പറയും. പക്ഷെ അത് ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവർക്കും അവരവരുടെ അമ്മ അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ വിളിച്ചോളൂ. എനിവേസ്, എന്താടാ ഇതൊക്കെ നിങ്ങളോട് ചോദിക്കുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സാണ്, നിങ്ങളുടെ ഇഷ്ടം കൊണ്ടാണ് അവർ പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോസൊക്കെ ഒരുങ്ങി കെട്ടിയൊക്കെ ഇരുന്നിട്ട് ആൾക്കാരെ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ആൾക്കാരുണ്ടോണ്ടാണ് നിങ്ങൾ ഈ കിടന്ന് സംസാരിക്കുന്നത്. 1 മില്യണോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവർ കാത്തിരിക്കും നിങ്ങളുടെ കുഞ്ഞിനെ കാണാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ അശ്വിനെ കാണാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയണ്ടേ വീട്ടിലുള്ളവരെ കാണാനോ, അല്ലെങ്കിൽ തന്നെ കാണാനോ, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഡ്രസ്സ് കാണാൻ വേണ്ടിയായിരിക്കും ഇവരൊക്കെ കാണുന്നത്. നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ എന്തായാലും സബ് ചെയ്ത് വെക്കുന്നത്. ആ ആൾക്കാരാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ആ ചോദിക്കുമ്പോൾ കുറച്ച് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. പറഞ്ഞു മനസ്സിലായോ? ഇതിപ്പോൾ നിങ്ങളുടെ ഈ ഒരു സംസാരം ആൾക്കാർക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. ഇതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അഹങ്കാര സംസാരങ്ങളാണ് ഈ സത്യം പറയുള്ളൂ ഈ ഒരു ഫാമിലിയിലെ ഏറ്റവും കൂടുതൽ ബോർ പേഴ്സൺ. അതിനങ്ങനെ പറയത്തുള്ളൂ. പക്ഷേ ഇവർക്കൊരു പ്രശ്നം വന്ന സമയത്ത് എല്ലാ യൂട്യൂബേഴ്സും ഇവർക്കെതിരെ സംസാരിച്ച് എല്ലാവരും ഇവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലൈഫ് ഓഫ് അനന്ത് എന്ന് പറയുന്ന യൂട്യൂബർ, അദ്ദേഹത്തിനെതിരെ കൊണ്ട് എൻ്റെ പൊന്നു അന്ന് വന്നിട്ട് കുറെ കള്ളക്കരച്ചിൽ കരഞ്ഞ് അവിടെ ഇരുന്നിട്ട് ആ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് തെളിവ് സഹിതം അയാൾ തൂക്കിയെടുത്ത് അടിച്ചപ്പോൾ ചേച്ചിക്ക് അങ്ങ് കൊണ്ടായിരുന്നു. ചേച്ചിക്ക് അത് നല്ല രീതിയിൽ കൊണ്ടുപോകും. അതിന് പോലീസിനെ പറഞ്ഞു വിട്ട ടീമാണ്. എന്നിട്ടൊരു കള്ളക്കരച്ചിൽ കഴിഞ്ഞപ്പോൾ കുറേ എണ്ണം വന്നിട്ട് ഇവക്ക് സപ്പോർട്ട് ചെയ്തു. ഇപ്പം ഈ നിൽക്കുന്ന ഓഡിയൻസ് തിരിയും. അന്ന് അവളെ പൊഴുത്തിയവർ ഇന്ന് അവളെ തെറി പറയും. മാറി മാറി നിൽക്കുന്ന കുറേ ഓഡിയൻസ് ഉണ്ട്. എനിക്ക് ഇവരോടൊന്നും പറയാനില്ല. പക്ഷെ നിങ്ങളെപ്പോലുള്ള ഫാമിലി വ്ളോഗ്സിനെ ഇഷ്ടപ്പെടുന്നവർ, ഇവരെ പോലുള്ളവരെയൊക്കെ അഡിക്റ്റായിട്ട് നിൽക്കുന്നവരെ പറഞ്ഞാൽ മാത്രം മതി. കണ്ടല്ലോ ഇവരുടെ അടക്ക രീതിയും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അത് മാത്രല്ല, ഇപ്പൊ നാളെ ഓമി കല്യാണം കഴിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നു. അപ്പൊ ഓമിയുടെ വൈഫിന്റെ അമ്മേനെ ഓമി ചെന്ന് അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ അവനോട് ചോദിക്കും, അപ്പൊ ഞാൻ ആരെന്ന് അല്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ നിങ്ങളുടെ തീരുമാനം പറഞ്ഞു. നിങ്ങളുടെ കുഞ്ഞിന് സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തുകൂടാൻ പറ്റത്തില്ലേ? ഞാൻ അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുക മാഡം, നിങ്ങളുടെ കുഞ്ഞിന് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ ആ ഒരു വീട്ടിൽ പറ്റത്തില്ലേ? അതിൻ്റെ ഇഷ്ടമല്ലേ ആരോടെങ്കിലും സംസാരിക്കുകയോ വേണ്ടതെന്ന്, അല്ലെങ്കിൽ ആരെങ്കിലും അമ്മയെ വിളിക്കണമെന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആഹാ, എന്താ പറയേണ്ടത്. പണ്ടത്തെ വ്ളോഗിനകത്തൊക്കെ ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്, ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പിന്നെ നേരത്തെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞാനും പുള്ളിക്കാരനുമായിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെന്താണ്, അതിന് മുമ്പേ ഞങ്ങൾ എന്തൊക്കെയാ അതായത് ഞാൻ പറയാം, റിലേഷൻഷിപ്പ് ഫസ്റ്റ് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യായിരുന്നു ഇനിയുള്ള ലൈഫിൽ ഇത് മുന്നോട്ട് പോകാൻ പറ്റൂല്ലേന്നു നോക്കിക്കഴിഞ്ഞിട്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞൊരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തി തന്നെ ഇതൊക്കെ സംസാരിക്കുന്നത് ഓർക്കുമ്പോഴാണ് കുറച്ചും കൂടെ പുച്ഛം വരുന്നത്. എന്തുവാടേ, ഉറപ്പായിട്ടും ചോദിക്കും. എനിക്കിപ്പോ ഓമി വേറൊരാളെ പോയി അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആവും. എനിക്ക് എന്നെ മാത്രം വിളിച്ചാൽ മതി, വേറെ ആരെയും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ അശ്വിന്റെ അമ്മയ്ക്കായാലും എന്റെ അമ്മയ്ക്കായാലും എല്ലാവർക്കും അവരവരുടെ പിള്ളേരെ അമ്മ എന്ന് വിളിക്കുന്നതായിരിക്കത്തില്ല ഇഷ്ടം. എല്ലാരും കൂടെ വന്നിട്ട് അമ്മയെന്ന് വിളിക്കാൻ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. എനിവേ, അയ്യോ കാവിലമ്മ, ടോക്സിക് അമ്മ, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. എന്തായാലും ഈ ഒരു വ്ളോഗ് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവരുടെ സംസാര രീതികളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നമുക്ക് ബാക്കി കൂടെ വെക്കാം. ആ ഒരു കമന്റിനുള്ള ആൻസർ ആയിട്ട് ഞാൻ തന്നതാണ്. കാരണം എപ്പോഴും ആൾക്കാർ അത് ഇട്ടിട്ട് വെറുപ്പിക്കുന്നുണ്ട്. കണ്ടു മടുത്തിട്ട് ഞാനൊരു ഉത്തരം തന്നതേ ഉള്ളതിന്. എനിവേസ്, അപ്പൊ നമ്മള് ഓക്കെ വേറൊരാളുടെ ഫോട്ടോ കയറി വന്ന്
ഇനി കണ്ട് കണ്ട് മടുക്കുവോ കണ്ട് കണ്ട് മടുക്കുവോ എന്ത് വേണമെങ്കിലും ചേച്ചി ചെയ്തോ. കാരണം സബ്സ്ക്രൈബ് ചെയ്ത കുറേ മണ്ടരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾക്കുള്ള മറുപടിയാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് മനസ്സിലാക്കുക. നിങ്ങളൊക്കെ ഇത് കണ്ടിങ്ങനെ മണ്ടരായിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇനി ഇവർ ട്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ വെക്കാം. ഓമി നല്ല ഉറക്കപ്പച്ചിലാണ്. ഇന്ന് ഇതൊക്കെ വെഡിങ് ആനിവേഴ്സറി ആണ്, മദേഴ്സ് ഡേ ആണ് അല്ലേ? അത് എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്? 87 കല്യാണം കഴിച്ചത്. അപ്പൊ എത്ര വർഷം അശ്വിൻ കണക്ക്? 38 39 39. ഓക്കെ, ഞാൻ ഇനി കൂടുതലൊന്നും വെക്കുന്നില്ല. നിങ്ങൾ ആ ഒരു വീഡിയോ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് കമൻറ്റാണ് ടോക്സിക് മദർ ഇൻ ലോ, ടോക്സിക് ഡോക്ടർ ഇൻ ലോ കമൻറ്റാണ് കേട്ടോ. ഈ പ്രശ്നം കോഴിക്കാലിന് മുകളിൽ പോകുമെന്ന് തോന്നുന്നേ. കോഴിക്കാലിൻ്റെ അറിയാൻ ഒരു വിഷയം ഉണ്ടായിരുന്നു ഈ അടുത്ത സമയത്ത്, അതൊന്ന് മാറിയപ്പോഴാണ് ദേ കിടക്കുന്നത്. നല്ലതാ. ഇനി അടുത്തത്, ഇപ്പോഴാണ് എനിക്ക് എഡ്യൂക്കേഷൻ, ഹാർഡ് വർക്ക്, മണി ഏൺസ് ചെയ്യുന്നവരുടെ വാല്യൂ മനസ്സിലാക്കുന്നത്. അത് അവരുടെ ബിഹേവിയറിലും കാണിക്കും. സത്യമാണ് കേട്ടോ പറയുന്നത്, സത്യമാണ്. കാരണം എഡ്യൂക്കേഷനും അത്യാവശ്യം ഹാർഡ് വർക്കൊക്കെ ചെയ്യുന്നവർ പൈസ ഉണ്ടാക്കി വീട്ടിൽ കൊണ്ട് ചെല്ലുമ്പോൾ അതിനൊരു പ്രത്യേക വാല്യൂ ഉണ്ട്. ഞാനും അങ്ങനെ ജോലി ചെയ്ത ഒരാളാണ്. എന്താ വെച്ചാൽ ഇപ്പം മോശമാവുന്നല്ല കേട്ടോ, അങ്ങനെയല്ല. ഇത് ഓരോരുത്തരുടെ പ്രവൃത്തി പോലെ ഇരിക്കും. ഇപ്പോൾ ഇവള് ചെയ്തതിൻ്റെ ഫലമാണ് ഇവളിപ്പോൾ കേൾക്കുകയും ചെയ്തത്. ഇത് പുള്ളി ഇപ്പോൾ ഉദ്ദേശിച്ച ഇവളെയാണെങ്കിലും ചില ആൾക്കാർക്ക് എല്ലാവരെയും കൊള്ളിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നിന്നെ കൂടെ ആണെങ്കിൽ വേണമെങ്കിൽ പറയാം. ഓക്കെ, അങ്ങനെ സ്വന്തം വിവരമില്ലായ്മയും മറ്റ് കാശുണ്ടാക്കുന്നവർക്ക് അഹങ്കാരവും കാരണം ഇതുപോലുള്ള സംസാരിക്കേണ്ടി വരും. നിങ്ങൾക്ക് അവരെ അമ്മയെന്ന് വിളിക്കണ്ട. അതിനെത്ര അരോചകമായിട്ട് എന്തിനാണ് റെസ്പോൺസ് ചെയ്യുന്നത്? ഷെയിം ഓഫ് സെൽഫ് കോൾഡ് ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റാണ്. ഓക്കെ, ഇനി അടുത്ത, ഇവളാണ് ആ കുടുംബത്തിലെ ടോക്സിക് പേഴ്സൺ. പണ്ട് സ്വന്തം ഫാമിലിയുടെ കൂടെയും ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ അവിടെയാണ് കംഫോർട്ട് സ്പേസ് എന്ന്. ഒരു വല്ലാത്ത സാധനം. പേർലി മണിയൊക്കെ കാണുമ്പോൾ തൊഴും എന്നുള്ള രീതിയിലൊരു കമൻറ്റ്. ദിയ അമ്മായിയമ്മയെ എന്ത് വിളിക്കണം എന്നത് അവളുടെ ഇഷ്ടമാണ്. ഇറ്റ്സ് യുവർ ചോയ്സ്. ബട്ട് ആ കുഞ്ഞ് വലുതായി അതിൻ്റെ അമ്മായിയമ്മയെ എന്ത് വിളിക്കണം എന്ന് അവൻ്റെ ഇഷ്ടമാണ്. അമ്മയാണെന്ന് പറഞ്ഞു മക്കൾ എന്ത് വിളിക്കണം എന്ന് പറയാൻ പറ്റുമോ? അത് അവൻ്റെ ചോയ്സാണ് എന്നുള്ള രീതി ഞാൻ മുമ്പ് പറഞ്ഞ പോലുള്ള കമൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കാര്യം പോലെ പറഞ്ഞു. ബട്ട് ഇത്ര അഹങ്കാരമായി പറയാൻ ഇയാൾ അത്ര വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞ് ആൾക്കാരിലേക്ക് എത്തിക്കുന്നതൊക്കെ ഓക്കെ, ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്ത് വിളിക്കണം എന്നുള്ളത്. ബട്ട് അതുപോലെ അശ്വിനും ഓമിയും വലുതായാൽ അവനും അവരുടെ ഇഷ്ടങ്ങളും മനസ്സിലാക്കി സംസാരിക്കുക. ഇത്ര സെൽഫിഷായി സംസാരിക്കരുത് എന്നുള്ള രീതിയിലാണ്. ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ്. ഓക്കെ, എന്തായാലും ഞാൻ ഇത്ര ദൂരെ വെച്ചിട്ടായിരുന്നു ഞാൻ സംസാരിക്കുന്നത്. ഇപ്പം ജനങ്ങളാണെങ്കിൽ പോലും ഇവർക്ക് നല്ല എതിർപ്പും കാര്യങ്ങളായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. സോ ഇങ്ങനെ കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഈയാണ്. നിങ്ങൾക്കൊക്കെ ഈ ഫാമിലി വ്ളോഗൊക്കെ ചെയ്യാതെ ആ ഓബയോസിയൊക്കെ നടത്തുന്നതായിരിക്കും ചേച്ചി കുറച്ചും കൂടെ നല്ലത്. ഭയങ്കര ബോറാവുന്നുണ്ട് കേട്ടോ, ഭയങ്കര ബോർ. ഇതിപ്പം ഈ ചേച്ചിയെ കണ്ടിട്ടാണ് അനീതി എന്നൊക്കെ വേണമെങ്കിൽ ആൾക്കാർ പറയും. അതാണ് ഇപ്പോഴത്തെ കാലം. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. നല്ല വെറുപ്പിരി ഫാമിലി ആക്കിയിട്ടുണ്ട്. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ ലവ് യു ഓൾ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.